രാവിലെ ഈ കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു പ്രീ പോൾ സർവേ വന്നിട്ടുണ്ട്. എന്താണ് മനോരമയുടെ ഒരു പ്രവചനം അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? എന്താണ് മനോരമയുടെ ഈ സി വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രീ പോൾ സർവേ ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ആ ഒരു സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാവുന്നത് പോലെ തന്നെ UDF-നാണ് ഒരു എഡ്ജ് അതിൽ കൂടുതലുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പം എന്താണ് UDF-ന് ഇത്ര ട്രെൻഡ് വരാനുള്ള സാഹചര്യം? എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ 2 മേഖല മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് മധ്യമേഖലയും ഒന്ന് മലബാർ മേഖലയും. 2 സ്ഥലങ്ങളിലെ പ്രീ പോൾ സർവേ മാത്രമാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ മൊത്തത്തിൽ 48 സീറ്റുകളാണ് വരുന്നത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഈ ഇത്രയും ജില്ലകൾ ചേർന്നാണ് മലബാർ മേഖല എന്ന് പറയുന്നത്. അവിടെ ഒരു UDF ട്രെൻഡാണ് മനോരമ പ്രവചിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDF ഒരു മിനിമം സീറ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ 25 സീറ്റുകൾ UDF വാങ്ങിക്കും. LDF മാക്സിമം വാങ്ങിക്കുകയാണെങ്കിൽ 23 സീറ്റ് വാങ്ങിക്കും. അതേപോലെ തന്നെ UDF ഒരു മാക്സിമം സീറ്റ് പിടിക്കുകയാണെങ്കിൽ 34 സീറ്റ് വരെ പോകും. LDF ആണെങ്കിൽ 14 സീറ്റ് കുറയും. LDF-ന്റെ ഒരു മിനിമം സീറ്റുകളാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം പോകുന്നത്. മധ്യമേഖലയിലേക്ക് വരികയാണെങ്കിൽ മധ്യമേഖല എന്ന് പറയുന്നത് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, പാലക്കാട് ഇത്രയും ജില്ലകൾ ചേർത്താണ് മധ്യമേഖല. ഏകദേശം 53 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ 53 സീറ്റുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു UDF മിനിമം പിടിക്കുകയാണെങ്കിൽ പോലും 29 സീറ്റുകൾ UDF പിടിക്കും, 24 സീറ്റുകൾ LDF പിടിക്കും. അത് LDF-ന്റെ മിനിമം. UDF മാക്സിമം സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ UDF ഒരു 33 സീറ്റ് വരെ പോകും, LDF ആണെങ്കിൽ ഒരു 20 സീറ്റ് വരെ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് കിടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ചില ഭാഗങ്ങൾ, അതായത് നമ്മൾ മലബാർ മേഖല തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ വട്ടം കോൺഗ്രസിന് കൈയൊഴുന്ന സാഹചര്യം ഉണ്ടായി. കണ്ണൂരാണെങ്കിലും കോഴിക്കോട്, കണ്ണൂര്, വയനാട്, വയനാട് കുറച്ച് സീറ്റ് ലീഗിന്റെ ഉണ്ട്. അതെ. കാസർഗോഡ്, ഇത്രയും മണ്ഡലങ്ങളാണ് അവിടെ കുറച്ച് വിഷയങ്ങൾ വരുന്നത്. പക്ഷേ അവിടെ UDF-നെ സംബന്ധിച്ച് മലബാറിലെ മുഴുവൻ സീറ്റും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പ്രീ പോൾ സർവേ പറയുന്നത്. നമുക്കും ഏകദേശം അതിന് ഉറപ്പുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. കോഴിക്കോടൊക്കെ കറക്റ്റ് സമാസമം വരെയൊക്കെ. അതെ, കോഴിക്കോട് സമാസമം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വരികയാണെങ്കിൽ, കാരണം ഒരു ഭരണമാറ്റത്തിന് മുമ്പിട്ട് നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനെ കുറച്ചെങ്കിലും നമുക്ക് അറിയാൻ കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ജില്ലകൾ തിരിച്ചു പോവുകയാണെങ്കിൽ മലപ്പുറം 14 to 16 സീറ്റുകൾ UDF പിടിക്കാനുള്ള സാഹചര്യം മലപ്പുറത്ത് സാധ്യതയുണ്ട്. ഒരു 2 സീറ്റുകൾ LDF പിടിക്കാനുള്ള, അതായത് 0 to 2 സീറ്റുകൾ പിടിക്കാനുള്ള സാഹചര്യം ഒരു പൊന്നാനിയോ മറ്റോ മലപ്പുറത്ത് ഇവർക്ക് കിട്ടുമായിരിക്കും. അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പ്രീ പോൾ സർവേ. 2 സീറ്റ് കിട്ടുള്ളൂ, അത് ഉറപ്പാണ്. ബാക്കിയെല്ലാം ലീഗിനുള്ളതാണ്. അതെ. പിന്നീട് കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോട് കഴിഞ്ഞ നിയമസഭയിലും വലിയൊരു ഭൂരിപക്ഷം LDF-ന് ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. അതായത് ഇപ്രാവശ്യം അവിടുത്തെ ഒരു പ്രവചനം അനുസരിച്ച്, അതായത് മൊത്തത്തിൽ 13 സീറ്റുകളാണ് കോഴിക്കോട് വരുന്നത്. അതിൽ 6 തൊട്ട് 8 സീറ്റ് വരെ LDF പിടിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ LDF-നാണ് ഇപ്പോഴും അതിലൊരു മെജോറിറ്റി സാധ്യത നിൽക്കുന്നത്. ഇപ്പോ ഞാൻ തന്നെ കോഴിക്കോടിൽ 1-2 പേരോട് ചോദിച്ചപ്പോ വളരെ ഇളക്കമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പാർട്ടിയുടെ ചില ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കോൺഗ്രസിനാണെങ്കിലും ലീഗിനാണെങ്കിലും സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോഴിക്കോട് അവിടെ രാഘവൻ ആണ് ജയിക്കുന്നത്. അതെ, അതാണ് ഇതിന്റെ ഒരു ആർക്കും മനസ്സിലാകാത്ത മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ എപ്പോഴും കോൺഗ്രസ് കോഴിക്കോടുകാരുടെ രാഘവേട്ടനോട് തോറ്റിട്ടുള്ളത് പ്രദീപ് കുമാറൊക്കെ തോറ്റിട്ടുണ്ട്. പിന്നെ ഗളമരം കരീം തോറ്റു. പ്രദീപ് കുമാർ എന്നൊക്കെ പറഞ്ഞ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ്. വലിയ വ്യത്യസ്തമായിട്ടൊരു പാറ്റേൺ കാണിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതായത് കോഴിക്കോട് 6 to 8 LDF പിടിക്കുന്ന സാഹചര്യത്തിൽ UDF-ന് 5 to 7 സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ വലിയൊരു ഭൂരിപക്ഷം LDF-ന് പിടിച്ചു കൊടുത്തൊരു സാഹചര്യത്തിൽ 5 സീറ്റുകൾ വരെ കോഴിക്കോട് മറിയുകയാണെങ്കിൽ രാഹുൽ 5 കിട്ടിയാലും വലിയ കാര്യമാണ്. അതെ, UDF-നെ സംബന്ധിച്ച വലിയൊരു കാര്യമായിരിക്കും. അവിടുത്തെ ഒരു സർവേ പ്രകാരം 5 to 7 സീറ്റുകൾ പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കോഴിക്കോടൊക്കെ പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ UDF-ന് സുഖമായിട്ട് ഭരണത്തിലേക്ക് വേണം. കാര്യം ഇവർക്ക് സീറ്റ് കൂടുതൽ പോയിരുന്നത് കോഴിക്കോട്, കണ്ണൂരൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് പോയിരുന്നത്.
പറഞ്ഞോളൂ. പിന്നീട് വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ വയനാട് നമുക്കറിയാം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. വലിയൊരു ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും വിജയിച്ചിട്ടുള്ളത്. അപ്പോ അവിടെ UDF പ്രതീക്ഷിക്കുന്ന മുഴുവൻ സീറ്റും ലഭിക്കുമെന്ന് തന്നെയാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ ഒക്കെ വരുന്നത്. അതെ, അവിടെ 2 to 3 സീറ്റുകൾ UDF തന്നെയാണ് പ്രതീക്ഷ. അതിൽ ഒരു സീറ്റ് ചിലപ്പോൾ LDF പോയേക്കാം. ഈ മന്ത്രി ഉള്ളത് കേളു ഉള്ള സ്ഥലമായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി പോകുന്നത്. കണ്ണൂരാണ് ഇപ്പോ കേരളത്തിലെ മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത്. കാരണം CPM സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പയ്യന്നൂരാണെങ്കിലും ഇപ്പുറത്ത് TK ഗോവിന്ദൻ മത്സരിക്കുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ എല്ലാം വലിയ സ്ഥാനാർത്ഥികളൊക്കെ മാറി. തലശ്ശേരിയിൽ ഈ പറഞ്ഞ ഷംസീർ പോയി. അതെ, ഇപ്പോ എനിക്ക് തോന്നുന്നു പേരാവൂർ മാത്രമാണ് ശൈല ടീച്ചർ അങ്ങോട്ട് മാറിപ്പോയത്. അതും വലിയൊരു വിഷയങ്ങൾ ഒരുപാട് സംശയിക്കുന്നുണ്ട്. ധർമ്മടത്ത് കഴിഞ്ഞ ദിവസം വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എതിർ സ്ഥാനാർത്ഥിയെ ആക്രമിക്കാൻ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ. LDF സ്ഥാനാർത്ഥിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാട്ടിലെ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും സർവേയിലാണെങ്കിൽ പോലും അവിടെ LDF തന്നെയാണ് മെജോറിറ്റി പറയുന്നത്. 6 to 8 സീറ്റുകൾ കണ്ണൂർ LDF പിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. 6 മുതൽ 8 വരെ. പക്ഷെ UDF അവിടെ 3 to 5 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പേരാവൂരാണെങ്കിൽ പോലും സണ്ണി ജോസഫ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ അദ്ദേഹത്തിന് തന്നെയാണ് വീണ്ടും സാധ്യതകൾ. അവിടെ അങ്ങനെ 3 to 5 സീറ്റുകളാണ് അവിടെ UDF പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാസർഗോഡേക്ക് വരികയാണെങ്കിൽ കാസർഗോഡേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് 5 സീറ്റുകളാണുള്ളത്. അതിൽ 2 to 4 സീറ്റുകൾ UDF പ്രതീക്ഷ വെക്കുന്നത്. 1 to 3 സീറ്റുകൾ UDF പോയേക്കാം. അല്ലാതെ തന്നെ NDAക്ക് ഒരു സീറ്റ് പ്രവചിക്കുന്നുണ്ട്. നമുക്കറിയാം മഞ്ചേശ്വരമൊക്കെ വരുന്നത് കാസർഗോഡാണ്. വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സുരേന്ദ്രൻ വിജയിക്കാമെന്നുള്ളൊരു സാഹചര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. എങ്കിലും വലിയൊരു ട്വിസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും പറയുന്നുണ്ട് അല്ലേ? അതെ, ഒരു സീറ്റെങ്കിലും NDAക്ക് പറയുന്നുണ്ട്. പിന്നീട് അതാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത്. അതായത് മലബാർ മേഖലയിലെ 48 സീറ്റുകൾ പറഞ്ഞു വരുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് പറഞ്ഞു വരുമ്പോൾ 48 സീറ്റുകളിൽ UDF വലിയൊരു മെജോറിറ്റി പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ മധ്യ കേരളത്തെ പറ്റി നമുക്ക് കഴിഞ്ഞ തവണ അറിയാം. UDF LDF ഏറെക്കുറെ ടാലിയായി നിൽക്കുന്ന മണ്ഡലങ്ങൾ ഒരുപാടുണ്ട്. കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട് ഇത്രയും ജില്ലകളാണ് വരുന്നത്. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജോസ് കെ മാണിയുടെ ആണെങ്കിലും നമുക്കറിയാം പാലയും കോട്ടയവും ഒക്കെ അടങ്ങുന്നത് ഘടകകക്ഷികൾ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ 7 to 9 UDF പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. 2 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുമ്പോൾ 0 to 2 കോട്ടയത്ത്. അതെ, 9 സീറ്റുകളാണ് കോട്ടയത്ത് വരുന്നത്. 9 സീറ്റ് UDF പിടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോട്ടയത്ത് ഇത്തരത്തിൽ UDF പുറമെ കഴിഞ്ഞ തവണ കോട്ടയത്ത് LDF ലീഡ് ചെയ്തതാണ്. എന്നാണെങ്കിലും ഇപ്രാവശ്യം 9 സീറ്റുകൾ 7 to 9 സീറ്റുകൾ കോട്ടയം പറയുന്നുണ്ട്. 2 സീറ്റുകൾ LDF പിടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴാണ് എറണാകുളത്ത് മുഴുവൻ സീറ്റുകളും വേണമെങ്കിൽ UDF പിടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് 12 to 14 സീറ്റാണ്. മൊത്തത്തിൽ 14 സീറ്റാണ് എറണാകുളത്തുള്ളത്. 14 സീറ്റും UDF പിടിച്ചേക്കാം എന്നുള്ള അപ്രമാദത്തുള്ള സ്ഥലമാണ് കോൺഗ്രസിന്റെ. അവിടെ LDF പറയുന്നത് 0 to 2 സീറ്റുകൾ വരെ മിനിമം പിടിച്ചേക്കാം എന്നാണ് പറയുന്നത്. കിട്ടി, ഇത്തവണ വൈപ്പിൻ കിട്ടോ? അതെ, ഇനി ഈ പറയുന്ന പോലെ കളമശ്ശേരി കിട്ടോ? അതെ, അവിടെ അത്രയും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ എറണാകുളം. അതെ, എന്താണെങ്കിലും എറണാകുളം കോൺഗ്രസ് മുഴുവൻ സീറ്റുകളുമാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യത്തെ ചർച്ചയിൽ തന്നെ എറണാകുളം മുഴുവൻ സീറ്റുകളും പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂര് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ തന്നെ UDF LDF വലിയൊരു അപ്രമാദിത്വം സൃഷ്ടി കൊടുത്ത സ്ഥലമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 13 സീറ്റിൽ 9 to 11 സീറ്റും LDF പിടിക്കാനുള്ള സാഹചര്യമാണ് പറയുന്നത്. UDF അവിടെ 2 to 4 സീറ്റുകൾ മാത്രമാണ് പറയുന്നത്. അവിടെ NDAക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട്. NDA ഒരു സീറ്റിൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തൃശ്ശൂരത്തെ കാര്യം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മണലൂരൊക്കെ നല്ല സ്ഥാനാർത്ഥിയാണ്. അല്ല, എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം തിരിച്ചു പിടിച്ച് കോൺഗ്രസിന് വിജയിച്ച ഒരാളെ സാധ്യതകൾ വളരെ പാടാണ്. എന്നാലും ഇതൊരു പ്രീ പോൾ സർവേ മാത്രമാണ്. ഇത് ഒറിജിനൽ സർവേ ഒന്നും അല്ലല്ലോ. അപ്പോ ഒറിജിനൽ സർവേ അല്ല, ഒറിജിനൽ വോട്ടിംഗ് ഒന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രഡിക്ഷൻ മാത്രമാണിത്. ഇപ്പോ 9 to 11 സീറ്റുകൾ LDF 2 to 4 സീറ്റുകൾ UDF പിടിച്ചേക്കാം. ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയില്
5 സീറ്റുകളും പിടിക്കാമെന്നാണ് UDFന്റെ ഒരു കണക്ക് കൂട്ടൽ. ഈ പ്രീപോൾ സർവേയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ കോൺഗ്രസിന്റെ ചർച്ചയിൽ ഉടുമ്പൻചോലയൊക്കെ വരെയല്ലേ? അതെ. അപ്പോൾ 3 to 5 സീറ്റുകൾ UDF പിടിച്ചേക്കാം, 0 to 2 സീറ്റുകൾ LDF പിടിച്ചേക്കാം, 2 സീറ്റുകൾ വരെ LDF പിടിച്ചേക്കാം 5 സീറ്റില്. പാലക്കാടേക്ക് വരുമ്പോഴാണ്, പാലക്കാട് നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് ഇല്ല, ഇടുക്കിയിലൊന്നുമില്ല. പാലക്കാടിലേക്ക് വരുമ്പോഴാണ് പാലക്കാടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വരുമോ, പിഷാരടി വരുമോ എന്നുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ പ്രീപോൾ സർവേ പറയുന്നത് LDFനാണ് പാലക്കാട് ജില്ലയിൽ മുൻതൂക്കം കൂടുതൽ. അതായത് 8 to 10 സീറ്റുകൾ വരെ LDF പിടിക്കാനുള്ള ടോട്ടൽ 12 സീറ്റാണുള്ളത്. 12 സീറ്റിൽ 10 സീറ്റുകൾ വരെ LDF പിടിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ UDFന് 2 to 4 സീറ്റുകളാണ് പ്രവചിക്കുന്നത്, NDAക്ക് ഒന്നും പ്രവചിക്കുന്നില്ല. അതായത് പാലക്കാട് മണ്ഡലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്, ശോഭാ സുരേന്ദ്രനാണ് എഡ്ജ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയല്ല എന്നാണ് ഈ സർവേ പറയുന്നത്. തൃത്താലയുണ്ട്, ഷൊർണൂറുണ്ട്, എത്ര സീറ്റുള്ളതാണ്? അതെ, അതാണ് പറഞ്ഞത്. ആ മണ്ഡലങ്ങളെല്ലാം കൂടെ, തൃത്താലയാണെങ്കിൽ പോലും VT ബൽറാമിനാണ് ഒരു സാധ്യത കൂടുതൽ, പാലക്കാട് പിഷാരടിക്കാണ് ഒരു സാധ്യത കൂടുതൽ. അങ്ങനെയാണ് 2 to 4 സീറ്റിലേക്ക് ഈ സർവേ എത്തിയിട്ടുള്ളത്. വരുന്നുണ്ട്. അതെ, എന്താണെങ്കിലും അവിടുത്തെ മലമ്പുഴയൊന്നും പിടിക്കാൻ കഴിയില്ല എന്നാണ് മനോരമ പറയുന്നത്. 8 to 10 സീറ്റുകൾ LDFലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ NDAക്ക് ഒന്നുമില്ല. അതാണ് എൻ്റെ ഒരു അതിശയം. അതായത് കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, അതായത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വന്നത് തൊട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതാ പാലക്കാട് NDA പിടിക്കാൻ പോകുന്നു, പാലക്കാട് ഒരു BJP സ്ഥാനാർത്ഥി വരാൻ പോകുന്നു. ഈ വാർത്തകളെല്ലാം വന്നിട്ട് പാലക്കാട് ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, അല്ലെങ്കിൽ BJPക്ക് വിജയം ഉണ്ടാകില്ല എന്നാണ് ഈ പ്രീപോൾ സർവേ പറയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഇതിൻ്റെ ഒരു ടോട്ടൽ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇത്രയും സീറ്റുകൾ കൂട്ടുമ്പോൾ ഏകദേശം 101 സീറ്റുകൾ വരും. നമ്മൾ മാക്സിമം പറയണ്ട, മിനിമം പറഞ്ഞു പോയാലും മതി. അതായത് വടക്കൻ മലബാർ മേഖലയിൽ മിനിമം സീറ്റ് 25 അല്ലേ? മിഡിൽ ഈ മധ്യ കേരളത്തിൽ വരുമ്പോൾ 29, അപ്പോൾ 29, 25 നമ്മൾ ടാലി 54 UDF സീറ്റുകൾ പിടിക്കും. 54, 29, 44 LDF സീറ്റുകൾ. അത് മിനിമം. അതായത് UDF ഒരു മിനിമം സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ മിനിമം സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ പോലും 54 സീറ്റിലേക്ക് UDF എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. LDF 44 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകും. മാക്സിമം പിടിക്കുകയാണെങ്കിൽ 65 സീറ്റിലേക്ക് UDF ഉയർന്നു വരുന്നുണ്ട്. LDF 34 സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം. ഇനി വരാനുള്ളത് ബാക്കി 4 ജില്ലകളും കൂടി ഉണ്ട്. ഇത് ഏകദേശം 10 ജില്ലകളായി. തെക്കൻ കേരളത്തിലെ ജില്ലകൾ. തെക്കൻ കേരളത്തിൽ നിന്ന് ഈ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ ഭരിക്കണമെങ്കിൽ തെക്കൻ കേരളത്തിൽ ഒരു 20 സീറ്റ് കൂടെ പിടിക്കേണ്ടതുണ്ട്. ഇപ്പൊ 54 സീറ്റാണുള്ളത്. ആലപ്പുഴ, പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലം, തിരുവനന്തപുരം ഇത്രയും ജില്ലകളുണ്ട്. പത്തനംതിട്ട. അപ്പോ ഈ ജില്ലകളെല്ലാം ഉണ്ട്. ഏകദേശം 4 ജില്ലകളും കൂടെ ചേർന്നാണ് 4 വരുന്നത്. 4 ജില്ലകൾ വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ 20 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തെക്കൻ മധ്യമേഖലയും മലബാർ മേഖലയും UDF പിടിക്കുകയാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പിടിക്കുകയാണെങ്കിൽ പോലും 20 സീറ്റുകൾ കൂടെ തെക്കൻ കേരളത്തിൽ നിന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. മാക്സിമം പിടിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്നും 10 സീറ്റുകൾ കൊണ്ട് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന് തന്നെയാണ് മനോരമയുടെ 4 ജില്ല. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലയിൽ നിന്നും ഏകദേശം 10-20 സീറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ UDF ഭരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതെ, 4 ജില്ലയിൽ നിന്നും 10 സീറ്റുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ LDF തൂത്തുവാരി കൊണ്ടുപോയിട്ടുള്ള മണ്ഡലങ്ങളാണ്. അപ്പോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ട് ഒക്കെ പ്രതിഫലിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി വരണ്ടേ? അതെ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും 20 സീറ്റുകൾ മിനിമം നമുക്കറിയാവുന്ന തെക്കൻ കേരളത്തിൽ നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലേക്ക് പറയുന്നില്ല അല്ലേ തെക്കൻ കേരളത്തില്? ഇല്ല, NDAയുടെ റിസൾട്ട് തെക്കൻ കേരളത്തിന് വന്നിട്ടില്ല. അപ്പോ ഇതിപ്പോ മധ്യ കേരളത്തിന്റെയും നമുക്കറിയാവുന്നതുപോലെ തന്നെ മലബാർ മേഖലയുടെയും 101 സീറ്റുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനിയും വരാനുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും VD സതീശൻ പറയുന്ന 100 സീറ്റ് കൂടുതൽ വരാൻ സാധ്യതയാണ് മനോരമ പ്രീപോൾ സർവേയിൽ പറയുന്നത്. 100 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോ രണ്ട് മേഖലയും കൂടെ മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ 65 സീറ്റാണ് വരുന്നത്. തെക്കൻ കേരളത്തിലും വലിയൊരു ട്രെൻഡ് വരികയാണെങ്കിൽ 100 സീറ്റിന് മുകളിൽ പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നില്ല. എന്നാലും ചിലപ്പോൾ സംഭവിച്ചേക്കാം.